സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. സ്നേഹത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് അത് ഈശോയെ കണ്ടുമുട്ടുന്നവരുടെ കണ്ടുമുട്ടലാണ് വാസ്തവ സ്നേഹത്തെ കണ്ടുമുട്ടുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഈശോയെ കണ്ടുമുട്ടുന്നവർ തന്നെ ഒരു വലിയ യാഥാർത്ഥ്യമാണ് സ്നേഹത്തെ കണ്ടുമുട്ടുക എന്നത്. വാസ്തവത്തിൽ ഒരു സ്നേഹത്തെ കണ്ടുമുട്ടിയ ഒരു ശുശ്രൂഷകൻ്റെ ശുശ്രൂഷ പിന്നീട് തികച്ചും വേറിട്ടൊരു ശുശ്രൂഷയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ പുതുക്കപ്പെടാനുള്ള വഴി നമ്മുടെ സ്നേഹത്തെ കണ്ടുമുട്ടുക എന്ന് തന്നെയാണ്. സ്നേഹത്തെ കണ്ടുമുട്ടി കഴിയുമ്പോൾ വലിയ വ്യത്യാസമാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പരിശുദ്ധ കന്യകാമറിയം നമ്മളെ സന്തോഷത്തിൻ്റെ 2-ാം രഹസ്യത്തിൽ വായിക്കുന്നതാണ്. എലിസബത്ത് പുണ്യവതിയെ സന്ദർശിക്കാൻ വേണ്ടി മാതാവ് പോകുന്നു. മാതാവ് ചെന്ന് എലിസബത്ത് എന്ന് അഭിവാദ്യം ചെയ്യുന്നു. അഭിവാദ്യം ചെയ്യുന്ന സമയത്ത് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറയുന്നു. കന്യകാമറിയം ഒരാഴ്ചക്കാലത്തെ ധ്യാനം കൊടുത്തിട്ടല്ല എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിറവുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട സകലതും മറ്റ് വ്യക്തികളെ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ സംഭവം ഓർമ്മിക്കുന്നു. ഞാൻ ആദ്യകാലത്ത് പുസ്തകമൊക്കെ എഴുതി നടന്ന സമയങ്ങളിൽ ഒരു ദിവസം പകല സമയത്ത് പുസ്തകമൊക്കെ വിതരണം ചെയ്ത് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വരികയാണ്. രാത്രി സമയമായി. വന്നപ്പോൾ ഒരു കത്ത് കിടക്കുന്നു. എൻ്റെ ഞാൻ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഒരു യുവാവ് കത്തെഴുതിയിരിക്കുകയാണ്. പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് എന്ത് പറഞ്ഞു, എനിക്ക് ബ്രദറുമായിട്ടൊന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഫോൺ നമ്പർ എഴുതി വെച്ചിട്ട് പറഞ്ഞു ഈ നമ്പറിൽ നിന്ന് വിളിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീർത്തും വളരെ ക്ഷീണിച്ച് മടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്വരം കേട്ട് ഞാൻ പുള്ളിക്ക് ഉള്ള ഇൻസ്പിറേഷനിൽ പോകും, അതുകൊണ്ട് വിളിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും ഇവിടുന്ന് ഭയങ്കര പ്രേരണ, സ്നേഹം കൊണ്ട് വിളിക്കാമെന്ന് പ്രേരണ ഉണ്ടായി. ഞാൻ ഫോൺ നമ്പർ എടുത്ത് വിളിച്ചു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു എൻ്റെ സ്വരം കേട്ട് പുള്ളിക്ക് പ്രചോദനമാണോ അതെയോ തളർച്ചയോ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച പോലെ തന്നെ പുള്ളിക്കൊരു പ്രചോദനമില്ല. പുള്ളിയുള്ള തീക്ഷ്ണത കുറഞ്ഞതുപോലെ എനിക്ക് തോന്നിയത്. എന്തായാലും സംസാരം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു എനിക്ക് ബ്രദറിനെ നേരിട്ട് കാണും. ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം കാണാൻ വേണ്ടി വന്നു. സംസാരം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ബസ്സിലേക്ക് കയറുമ്പോൾ അദ്ദേഹം തിരിഞ്ഞെന്നിങ്ങനെ പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അന്ന് ബ്രദറിനെ ഫോൺ വിളിച്ച സമയത്ത് സ്വരം എൻ്റെ ചെവിയിലേക്ക് വന്ന സമയത്ത് അനേകം നാളുകളായി എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ബന്ധനം വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ. എനിക്ക് പ്രാർത്ഥിക്കാനും ആത്മീയകരങ്ങളിൽ വലിയ ബന്ധനമുണ്ടായിരുന്ന വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ അറിഞ്ഞില്ല. എലിസബത്ത് പുണ്യവതിയെ അഭിവാദ്യം ചെയ്തപ്പോൾ കന്യാമൻ പ്രതീക്ഷിച്ചില്ല അവൾ പരിശുദ്ധാത്മാവ് നിറയുമെന്ന്. ഈശോ പോയ സമയത്ത് ഈശോ അറിയാതെയാണ് അവൾ ശക്തി പുറപ്പെടുന്ന സുഖപ്പെട്ടത്. പത്രോസ് പ്രതീക്ഷിച്ചില്ല. പത്രോസ് അറിയാതെ നിഴൽ കൊണ്ട് ആൾക്കാർക്ക് സൗഖ്യമുണ്ടായത്. സ്നേഹം നിറഞ്ഞ വ്യക്തിയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിൽ എപ്പോഴും ഒരു അഭിഷേകം പ്രസരിച്ചുകൊണ്ടിരിക്കും. സ്നേഹത്തിൻ്റെ അത്ഭുത ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് പ്രവർത്തനങ്ങൾ കൊണ്ട് ഒത്തിരി ആത്മാക്കളെ നേടും. ഹല്ലേലൂയ. ഈശോ ഭൂമിയിൽ വന്ന് 30 വർഷക്കാലം ജീവിച്ചു. നമ്മളാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരിക്കൽ ചിന്തിച്ചു പോയതാണ്, നമ്മൾ ഒത്തിരി പ്രവർത്തിക്കാനുള്ള തിരക്കിലാണ്. ഈശോ 30 വയസ്സേ ജീവിച്ചിരുന്നുള്ളൂ, 3 വർഷക്കാലമേ പ്രവർത്തിച്ചുള്ളൂ. നമ്മളെപ്പോലെ തീക്ഷ്ണത ഈശോയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈശോ ഒരു 15-ാമത്തെ വയസ്സിൽ ഇറങ്ങണമായിരുന്നു. എൻ്റെ വയസ്സ് ഒരു 60-70 മരിച്ചാൽ മതി. എന്നിട്ട് ലോകമാകെ ഇവിടുന്ന് പ്രസംഗിക്കണം.
പിന്നെ ബൈ ലൊക്കേഷൻ വഴി വേണമെങ്കിൽ ആഫ്രിക്കയിലേക്ക്, അമേരിക്കയിലെല്ലാം പോയി പ്രസംഗിക്കണം. ഈശോ ചെയ്തത്, ഈശോ എപ്പോഴും സ്നേഹിച്ചു, ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രവർത്തിച്ചു. എന്താ ചെയ്തത്? ഈശോ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരുന്നു, ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അല്പമൊക്കെ സ്നേഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ തിരിഞ്ഞാണ് കാര്യങ്ങൾ കിടക്കുന്നത്. നമ്മുടെ ശുശ്രൂഷകൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം ഹൃദയത്തിൽ സ്നേഹമില്ലാതെയുള്ള ആത്മരക്ഷാ പ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പുറത്തൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഉമ്മാൻ്റെ ഖത്തറിലെ മറ്റുമാണ്. അപ്പോൾ കുറച്ച് ജീസസ് യൂത്തുകാർ അടുത്ത് വന്നു. ബ്രദർ ഫുൾ ടൈമറാണോ? അപ്പോൾ എന്തായി ഫുൾ ടൈം ഉദ്ദേശിക്കുന്നത്? അവർ ഉദ്ദേശിച്ച ഫുൾ ടൈം എനിക്ക് മനസ്സിലായി, കാരണം ഒന്നെങ്കിൽ കുറച്ച് വർഷങ്ങളിലേക്ക് മാറിയെന്ന്. ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് ഫുൾ ടൈമർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും സ്നേഹത്തിലായിരിക്കുന്നതാണ്. നമ്മൾ സ്നേഹത്തിലാണെന്നെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മൾ വഴിയുള്ള ആത്മരക്ഷ സംഭവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതും എപ്പോഴും സാധ്യമായതും ഏറ്റവും പൂർണ്ണമായതുമായ ആത്മരക്ഷാ മാർഗം വിട്ടിട്ടാണ് പലപ്പോഴും ആത്മരക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ തിരിയുന്നത്. ഞാൻ 2000 ആണ്ടിലാണ് കർത്താവിൻ്റെ കൃപയാൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ പ്രവേശ സമയത്ത് തന്നെ കർത്താവ് എനിക്ക് വെളിച്ചം തരുന്നു. വാസ്തവത്തിൽ സ്നേഹമാണ് യഥാർത്ഥ ശുശ്രൂഷ. അതുകൊണ്ട് എപ്പോഴും എനിക്ക് ധ്യാനങ്ങളും ശുശ്രൂഷകളും കുറവും, സ്നേഹിക്കാനുള്ള ശ്രമം കൂടുതലുമായിരുന്നു. ഞാൻ പുറത്ത് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സഭയിലും അല്ലെങ്കിൽ ചുറ്റുപാടും അനേകം പേരിൽ നിന്ന് ഒത്തിരി തെറ്റിദ്ധാരണയും സംഭവിച്ചിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് ബിജു ബ്രദറിന് മിഷൻ പ്രവർത്തന തീഷ്ണതയില്ല, ബിജു ബ്രദറിന് മിഷൻ തീഷ്ണതയില്ല എന്ന് മാത്രമല്ല, ബിജു ബ്രദർ മറ്റുള്ളവരുടെ മിഷൻ തീഷ്ണത കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എല്ലാവരെയും മിഷൻ തീഷ്ണത കൂട്ടാനുള്ള ശ്രമം എൻ്റെ ഉള്ളിലുള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ആത്മരക്ഷ സംഭവിക്കണമെങ്കിൽ ഒരു സ്നേഹ ഹൃദയത്തിൽ നിന്ന് അത് പുറപ്പെടണം എന്നതുകൊണ്ട് ഈ സ്നേഹമാണ് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുകയായിരുന്നു. അല്ല, ഒരിക്കലും ശുശ്രൂഷ പ്രവർത്തനങ്ങൾ ഒരിക്കലും നിരാകരിച്ചതല്ല. ഇപ്പോഴും ആവർത്തിക്കുകയാണ്. നമ്മളുടെ പ്രവർത്തനങ്ങളെക്കാൾ ഉപരി സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മൾ ഹൃദയത്തിൽ സ്നേഹം സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഈ സ്നേഹ ശുശ്രൂഷ പേരിൽ ഒത്തിരിയേറെ മുറിവുകൾ, ഒത്തിരിയേറെ തെറ്റിദ്ധാരണ എല്ലാം സംഭവിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറയുന്നു, പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്, സ്നേഹിക്കാതെ സ്വർഗത്തിൽ പോയി ജീവിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് സ്നേഹമായി തീർന്നിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണെങ്കിൽ നരകത്തിൽ കിടക്കുന്നതാണ്. ഹല്ലേലൂയ. കാരണം സ്നേഹത്തിന് അത്രമാത്രം മൂല്യമുണ്ട് എന്നുള്ളത് പരിശുദ്ധാത്മ ബോധ്യപ്പെടുന്നു. സ്നേഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, നമ്മുടെ ആത്മരക്ഷ ഈ സ്നേഹപൂർണ്ണതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നമ്മുടെ ആത്മരക്ഷ ഈ സ്നേഹപൂർണ്ണതയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ ഒരു ചാക്രിക ലേഖനമാണ് പ്രത്യാശയിൽ രക്ഷ. എൻ്റെ നമ്പർ 26 പോപ്പ് ഇങ്ങനെ പഠിപ്പിക്കുന്നു: മനുഷ്യൻ സ്നേഹത്താലാണ് രക്ഷിക്കപ്പെടുന്നത്. പരിപൂർണമായ സ്നേഹം തികഞ്ഞ ഉറപ്പോടെ ഉണ്ടെങ്കിൽ അവൻ രക്ഷിക്കപ്പെടും. അതുണ്ടെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. പ്രത്യാശയിൽ രക്ഷ നമ്പർ 26. മനുഷ്യൻ സ്നേഹത്താലാണ് രക്ഷിക്കപ്പെടുന്നത്. പരിപൂർണമായ സ്നേഹം തികഞ്ഞ ഉറപ്പോടെ ഉണ്ടെങ്കിൽ അവൻ രക്ഷിക്കപ്പെടും. അതുണ്ടെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ പ്രവർത്തനങ്ങൾ സജീവമാകാൻ വേണ്ടി മാത്രമല്ല ഈ സ്നേഹം ആവശ്യമുള്ളത്. നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണത കൈവരിക്കലാണ്. 1 കൊരിന്ത്യസ് 13 അധ്യായത്തിൽ സ്നേഹത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. അത് മാത്രമല്ല, സ്നേഹം നിങ്ങൾക്കറിയാം, സ്നേഹത്തിന് ചില ഭാവങ്ങൾ മാത്രം പൗലോസ് പറയുന്നുണ്ട്. അത് പറഞ്ഞതിന് ശേഷം 14 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ക്രിസ്ത്യാനികൾക്കും സുവിശേഷം കൽപ്പിച്ചിരിക്കുന്ന ലക്ഷ്യമാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. വരദാനങ്ങൾ ആകാതിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. തപസ്സാകാതിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ആധ്യാത്മിക അല്ലെങ്കിൽ ചില ഭക്തകൃത്യങ്ങൾ ആകാതിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ശുശ്രൂഷകൾ ആകാതിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. 2-ാം വത്തിക്കാൻ കൗൺസിലിൽ വളരെ ശ്രദ്ധേയമായൊരു പഠനമുണ്ടായത്, 2-ാം വത്തിക്കാൻ കൗൺസിൽ മുമ്പ് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് വൈദികർക്ക് സിസ്റ്റേഴ്സിന് മാത്രമേ വിശുദ്ധ ജീവിതം സാധ്യമാകൂ എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു സഭയിൽ. സഭയുടെ പ്രബോധനമൊന്നും ആയിരുന്നില്ലെങ്കിലും അങ്ങനെ ഒരു പ്രചരണ സഭയിലുണ്ടായിരുന്നു, കാഴ്ചപ്പാടുമുണ്ടായിരുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിലെ പ്രധാനപ്പെട്ട ഒരു പഠനം തിരുസഭയിലുള്ള എല്ലാവരും വിശുദ്ധനാകാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. 2-ാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെക്കുറിച്ചുള്ള ഡിക്രിയിൽ നമ്പർ 40 ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഏത് ജീവിതാന്തസ്സിലും പരിസ്ഥിതിയിലുമുള്ളവരായിരുന്നാലും എല്ലാ ക്രിസ്തീയ വിശ്വാസികളും സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണത, സ്നേഹ പരിപൂർണത പ്രാപിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ക്രിസ്തീയ വിശ്വാസികളും, ആർക്കൊഴിവില്ല, കത്തോലിക്കാ സഭയുള്ള എല്ലാ വിശ്വാസികളും സ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞു വരുന്നത്,
നമ്മൾ ആദ്യം പറഞ്ഞ ഈ സ്നേഹം ഹൃദയത്തിൽ സംഭവിക്കുക എന്നുള്ളത് ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമുക്ക് സ്വർഗം കാണണമെങ്കിൽ ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ആവശ്യമുണ്ട്. ഇനി എന്താണ് നമ്മൾ അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ ഏകരക്ഷകൻ എന്ന പ്രസംഗത്തിൻ്റെ പേരിൽ എന്ന് ഈശോ പറഞ്ഞില്ല. കത്തോലിക്കാ സഭ ഏക സത്യസഭ വിശ്വസിച്ചതിൻ്റെ പേരിലല്ല സ്വർഗ്ഗപ്രവേശനം. പരിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ചതിൻ്റെ പേരിലോ പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ചതിൻ്റെ പേരിലോ അല്ല സ്വർഗ്ഗപ്രവേശനം. എന്തിൻ്റെ പേരിലാണത്? സ്നേഹിച്ചതിൻ്റെ പേരിലാണ്. സ്നേഹിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ അന്ത്യവിധിയിൽ സ്വർഗ്ഗം കടക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് അന്ത്യവിധിയിൽ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കാരണമായി തീർന്നത്? മത്തായി 7:22-23 അവർ പറഞ്ഞു, ഞങ്ങൾ നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കിയിട്ടുണ്ട്, ഞങ്ങൾ നിന്റെ നാമത്തിൽ 5013 പിശാചിനെ പുറത്താക്കിയിട്ടുണ്ട്, 817 രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ചെയ്യുന്നതെല്ലാം ഡയറി എഴുതി വെച്ചിരിക്കുകയാണ്. ഈശോ എന്താ പറഞ്ഞിരുന്നത്? നിങ്ങളുടെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത്. അന്ത്യവിധി സമയത്ത് നീതിമാന്മാർ എന്താ പറഞ്ഞത്? ഞങ്ങളിതിപ്പോഴൊക്കെയാണ് ചെയ്തത്, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അപ്പം ഈശോ പറഞ്ഞു, നിങ്ങൾ ഈ ചെറിയവർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. കാരണം അവർ സ്വയം മറന്ന് സ്നേഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത് കൈ ചെറിയുന്നത് ഇടത് കൈ അറിയാതെ, ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാത്ത സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ ഒരു ഹൃദയം വഹിച്ചത് കൊണ്ടാണ് അവർ അന്ത്യവിധിയിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചത്. ഹല്ലേലൂയ. നമ്മുടെ അന്ത്യവിധി നിർണ്ണയിക്കാതിരിക്കുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ യോഹന്നാൻ കുറിച്ച് പറയുന്നുണ്ട്, ജീവിത സഹായത്തിൽ സ്നേഹം അനുസരിച്ച് നിങ്ങൾ വിധി നിർണ്ണയിക്കപ്പെടും. ജീവിത സഹായത്തിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ വിധി നിർണ്ണയിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, കത്തോലിക്കാ സഭയും ലോകം മുഴുവൻ ഇപ്പോൾ ഈശോയുടെ രണ്ടാം വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ രണ്ടാം വരവിൻ്റെ സമയത്ത് നമ്മൾ ഏതുതരം അവസ്ഥയിലായിരിക്കും, ഏതുതരം ആത്മീയതയിലായിരിക്കണം? ഈശോ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ ഉപമയാണ് 10 കന്യകമാരുടെ ഉപമ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ 10 കന്യകമാരുടെ ഉപമ. നമ്മൾ ഒത്തിരി വിസ്മയിപ്പിച്ച ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്നാമത് ഈശോ 10 കന്യകമാർ എന്ന വാക്ക് പറഞ്ഞു. 10 ഈശോ ഇങ്ങനെ പറയാമായിരുന്നു, സ്വർഗ്ഗരാജ്യം വിളക്കമെടുത്ത് മണവാളിനെ എതിരേക്കാൻ പുറപ്പെട്ട കന്യകമാർക്കെന്ന് പറയുക ഈശോ 10 എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഈശോ രണ്ടാമത് വരുന്ന സമയത്ത് ലോകത്തുള്ള എല്ലാവരും ഒരുങ്ങിയിരിക്കുകയില്ല, കുറച്ച് പേർ മാത്രമേ ഒരുങ്ങിയിരിക്കുകയുള്ളൂ. അതിനേക്കാൾ വിസ്മയിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്ന്, ഈ ഒരുങ്ങിയിരുന്നവരിൽ പോലും പകുതി പേരെ അവനെ സ്വീകരിക്കുകയുള്ളൂ. അവർക്ക് കന്യാത്തം ഉണ്ടായിരുന്നു. കത്തോലിക്കാ സഭയിലെ ശ്രേഷ്ഠ പുണ്യമാണ് കന്യാത്തം. അവർക്ക് ഒരുക്കമുണ്ടായിരുന്നു. ഒരുക്കമുണ്ടായിട്ടും കന്യാത്തം ഉണ്ടായിട്ടും അവർ സ്വീകരിക്കപ്പെട്ടില്ല. അവരിൽ രണ്ടാമൻ്റെ സമയത്ത് അത്യാവശ്യമുള്ള എന്തോ ഒന്നില്ലായിരുന്നു. എന്താ ഇല്ലായിരുന്നത്? വിളക്കിൽ എണ്ണയില്ലായിരുന്നു. മിസ്റ്റർ കൊച്ചുരേസ്യ പറയുന്നു, ആ എണ്ണ സ്നേഹമായിരുന്നു. കത്തോലിക്ക ദൈവവിശ്വാസം അനുസരിച്ച് ഈശോ താബോറിൽ രൂപാന്തരപ്പെടുന്നത് രണ്ടാം വരവിൻ്റെ മുന്നാസ്വാദനമായിരുന്നു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവണം, ഈശോ താബോറിൽ രൂപാന്തരപ്പെട്ടപ്പോൾ ഈശോ തൻ്റെ മഹത്വം അല്പം പ്രകടമാക്കി. ഉടനെ ശിഷ്യന്മാർ 3 പേരും ഭയന്ന് നിലവിളിച്ചു. ഈശോയുടെ മഹത്വം അല്പം കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഭയന്ന് വീണു. ഈശോയുടെ രണ്ടാമത്തെ വരവിൻ്റെ സർവ്വ മഹത്വത്തിലുമാണ്. മനുഷ്യപുത്രൻ തിരികെ വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ വേണ്ടി കരുത്ത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഈശോ പറയുന്നത്. സർവ്വ മഹത്വത്തിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആര് അവൻ്റെ മുമ്പിൽ നിൽക്കും? ഒരു കൂട്ടർ നിൽക്കും. സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. സ്നേഹപൂർണ്ണ ഹൃദയത്തിൽ വഹിക്കുന്ന വ്യക്തികൾ മാത്രം രണ്ടാമൻ്റെ സമയത്ത് അവനെ സ്വീകരിക്കും. 1 യോഹന്നാൻ 4:17 വിധി ദിവസത്തിൽ നിങ്ങൾക്ക് ആത്മധൈര്യം ഉണ്ടാകേണ്ടതിന് സ്നേഹം നിങ്ങളിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. വിധി ദിവസത്തിൽ ഈശോ രണ്ടാമത് വിധിക്കാൻ വേണ്ടിയ സമയത്ത് അവനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഭയപ്പാട് കൂടാതെ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ ഹൃദയത്തിലെ സ്നേഹം മൂലമാണ്. സ്നേഹമുള്ള വ്യക്തികൾക്ക് അവൻ്റെ രണ്ടാം വരവ് ഒരു ആനന്ദ കാരണമാണ്, അല്ലാത്തവർക്കൊരു ഭയ കാരണവുമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു വരുന്നത് നമ്മളുടെ ഈ സ്നേഹപൂർണ്ണത എല്ലാം കൊണ്ടും നമുക്ക് ആവശ്യമായിരിക്കുന്ന ഏക കാര്യമാണ്. ശുശ്രൂഷയ്ക്ക് വേണമെങ്കിൽ സ്നേഹം എന്നല്ല പറയുന്നത്, സ്നേഹം കൂടി തിരുവുള്ളൂ. ആത്മരക്ഷയ്ക്ക് വേണമെങ്കിൽ സ്നേഹിക്കാം എന്നല്ല, സ്നേഹം കൂടി തിരുവുള്ളൂ. രണ്ടാം വരുന്ന സമയത്ത് വേണമെങ്കിൽ സ്നേഹം എന്നല്ല പറയുന്നത്, സ്നേഹം കൂടിയേ തിരികെയുള്ളൂ. നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയുള്ള രണ്ടാം വരവിന് നമ്മൾ സ്വീകരിക്കാനുള്ള ഏക വഴി സ്നേഹമാണ്. ഏഷ്യയുടെയും ഇന്ത്യയുടെയും മാനസാന്തരത്തിനും അല്ലെങ്കിൽ അവരെ മനസ്സുരിക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് സ്നേഹമാണ്. സ്വാമി വിവേകാനന്ദ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഇന്ത്യക്കാർക്ക് ക്രിസ്ത്യൻ മിഷണറിമാരെ ധാരാളം ആവശ്യമുണ്ട്. അവർ 100 കണക്കിനും 1000 കണക്കിനും ഇന്ത്യയിലേക്ക് വരട്ടെ, കൂടെ ക്രിസ്തുവിൻ്റെ ജീവിതം കൂടെ കൊണ്ടുവരട്ടെ. എന്താണ് ക്രിസ്തുവിൻ്റെ ജീവിതം? സ്നേഹ ജീവിതമായിരുന്നു. ഇന്ത്യക്കാർക്ക് നമ്മളെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യക്കാർക്ക് ഹണ്ടേഴ്സ് കോൺഫറൻസിലുള്ള 320 പേരെ ആവശ്യമുണ്ട്. എന്ത് ചെയ്യണം? അവർ ഇങ്ങോട്ട് വരട്ടെ. എന്ത് ചെയ്യണം? വരണം. കൂടെ അവർ ക്രിസ്തുവിൻ്റെ സ്നേഹമായിട്ട് ഇങ്ങോട്ട് വരട്ടെ.
നിങ്ങൾക്കതാണ് ലഭിക്കാൻ പോകുന്ന പുതിയ ആയുധം. ഹല്ലേലൂയ. ഈ ആയുധം കൂടാതെ നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. പ്രത്യേകിച്ച് എത്രയേറെ നമ്മൾ ഇനി ആത്മീയ ശുശ്രൂഷ പ്രവർത്തനം ഏർപ്പെട്ടാൽ തന്നെയും ഹൃദയത്തിൽ സ്നേഹം വർദ്ധിപ്പിക്കാതെ നമ്മളൊരു വിജയവും ഇനി വർദ്ധിപ്പിക്കാൻ പോകുന്നില്ല. മഹാത്മാഗാന്ധിയുടെ അടുത്തൊരിക്കൽ ഒരു മിഷണറി അയാൾ മഹാത്മാഗാന്ധിയെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ചെന്നു. നിങ്ങൾക്കറിയാം മഹാത്മാഗാന്ധി ജീവിതത്തെ നിങ്ങൾക്കറിയാം. അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, ഡോക്ടറെ ആദ്യം പോയി സ്വയം സുഖപ്പെടും, ഡോക്ടറെ ആദ്യം പോയി സ്വയം സുഖപ്പെട്ടിട്ട് വാ. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാം പാപ്പ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, വിശുദ്ധ ഇന്ത്യക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. ആത്മീയതയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയാണുള്ളത്. അനേകം ഋഷിമാരുടെ ജ്ഞാനികളുടെതുമായ ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നത് ഒരു സിനിമാ താരത്തെക്കാളും രാഷ്ട്രീയക്കാർക്ക് അധികമായി പരിശുദ്ധനായ ഒരു വ്യക്തിക്കാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മഹാത്മാഗാന്ധി. ഈ 3-ാം സഹസ്രാബ്ദത്തിൽ ഏഷ്യയുടെ മണ്ണിൽ നമ്മൾ കുരിശു നാട്ടുമെന്നാണ് പരിശുദ്ധ പിതാവ് ജോൺ പോൾ പറഞ്ഞിരിക്കുന്നത്. ജോൺ ക്രിസോസ്റ്റം ഒരിക്കൽ പറയുകയുണ്ടായി, ഈ പറഞ്ഞ രീതിയിൽ സ്നേഹപൂർണ്ണതയുള്ള ആത്മാക്കൾ ഉണ്ടെങ്കിൽ ഒരാൾ മതി ഒരു രാജ്യത്തെ രക്ഷിക്കുവാൻ. ഹല്ലേലൂയ. ഇത് വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ ശ്രീലങ്ക മാനസാന്തരപ്പെട്ട ഏതാണ്ട് ജോസഫ് വാസ് എന്ന ഒറ്റ വിശുദ്ധനെ കൊണ്ടാണ്. അയർലൻഡ് മാനസാന്തരപ്പെട്ട ഏതാണ്ട് പാട്രിക് എന്ന ഒറ്റ വിശുദ്ധനെ കൊണ്ടാണ്. ഒരുപക്ഷെ ഇന്ത്യ മാനസാന്തരപ്പെടാനിരിക്കുന്നത് നിങ്ങൾ മറ്റു വ്യക്തി കൊണ്ടായിരിക്കും. എങ്ങനെ? ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞു കഴിയും. ഒത്തിരിയേറെ നാളുകൾ നമ്മൾ ഒത്തിരി പ്രവർത്തിച്ചിട്ട് നമുക്ക് ലഭിക്കാതെ പോയ ഫലങ്ങൾ നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു കൊയ്ത്തിൽ നമ്മൾ സ്വീകരിക്കാൻ പോകുന്നു. സ്റ്റെഫാനോ ഗോപി, വാസുല റീഡൻ, ഇവിടെ നമ്മൾ സഭയുടെ പ്രബോധനം പറയുന്ന സമയത്ത് ഈ സ്വകാര്യ വെളിപാടിന് വലിയ പ്രസക്തിയൊന്നുമില്ല, എങ്കിലും നിങ്ങൾ കേൾക്കാൻ അറിയാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. സ്റ്റെഫാനോ ഗോപിയെ, വാസുല റീഡൻ എന്നീ മിസ്റ്റിക്കുകൾക്കൊക്കെ ഈശോയെ മാതാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ അവസാന സമയത്ത് യുഗാന്ത്യമാകുമ്പോൾ ഒരു സ്നേഹ സംസ്കാരം സഭയിലുള്ളെടുക്കും. ബെനഡിക്റ്റ് മാർപ്പാപ്പയും പറയുന്നുണ്ട്, ഒരു സ്നേഹത്താലുള്ള സുവിശേഷീകരണം വഴിയായിട്ടാണ് യുഗാന്ത്യ സഭയിൽ വലിയ കൊയ്ത്തുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിനി പറയാൻ വേണ്ടി പോകുന്നത്, നമുക്കിനി സുവിശേഷവൽക്കരണമല്ല ആവശ്യമായിട്ടുള്ളത്, സ്നേഹവൽക്കരണമാണ്. നമുക്കിനി സുവിശേഷവൽക്കരണം പോരാ, നമുക്ക് സ്നേഹവൽക്കരണം ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇവിടെ ബൾബ് കത്തുന്നുണ്ട്, ഫാൻ കറങ്ങുന്നുണ്ട്, മൈക്ക് പ്രവർത്തിക്കുന്നു, എല്ലാം കറണ്ടിൻ്റെ പല പ്രകാശനങ്ങളാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് നിറഞ്ഞ സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ ആത്മരക്ഷാ പ്രവർത്തനങ്ങൾ. നമ്മുടെ ഉള്ളിൽ വന്ന പൗലോസ് അപ്പോസ്തലനെ പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നതായിരിക്കും നമ്മളുടെ സുവിശേഷ പ്രഘോഷണങ്ങൾ. നമ്മുടെ സ്നേഹത്തിൻ്റെ വ്യക്തിത്വം നമുക്കുണ്ടാകണം. സ്നേഹം നമ്മുടെ സ്വഭാവമായി തീരണം. സ്നേഹം സ്വഭാവമായി തീർന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹമാക്കി തീർക്കുന്ന ഒരു ശുശ്രൂഷയാകണം വാസ്തവത്തിൽ സുവിശേഷ പ്രഘോഷണം. ഹല്ലേലൂയ. കാരണം എല്ലാവരും സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ എല്ലാവരും സ്നേഹമായി തീരണം. അതുകൊണ്ട് സ്നേഹമാണ് എൻ്റെ ലക്ഷ്യമെന്ന് ബോധ്യപ്പെട്ട് മറ്റുള്ളവരെ സ്നേഹത്തിലേക്ക് നയിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും വാസ്തവത്തിൽ ഭാവികാല സുവിശേഷ പ്രഘോഷണവും വിജയങ്ങളും ഇങ്ങനെയുള്ള വ്യക്തികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവസാനമായിട്ട് ഈ സ്നേഹം നമുക്ക് എങ്ങനെ സ്വീകരിക്കാമെന്നതിനെക്കുറിച്ച് ഒരു ചിന്ത കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. നമുക്കെങ്ങനെ ഈ സ്നേഹം സ്വീകരിക്കാൻ വേണ്ടി പറ്റും? ഈ സ്നേഹം നമ്മളിലേക്ക് വരണമെങ്കിൽ ഒത്തിരിയേറെ താപസികമായൊരു ജീവിതശൈലി ആവശ്യമുണ്ട്. അത് അനിവാര്യമാണ്. ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു അവതരണം, ആദ്യം സ്നാപയോഹന്നാൻ വന്നു, പുറകെ ഈശോ വന്നു. അതൊരു സ്പിരിച്വാലിറ്റിയാണ്. സ്നാപയോഹന്നാൻ തപസ്സിൻ്റെ പ്രതീകമാണ്, ഈശോ സ്നേഹത്തിൻ്റെയും. സ്നാപകന് ശേഷമേ ഈശോ വരികയുള്ളൂ. ഒരാത്മാവിലേക്ക് താപസികമായ രീതിയിലുള്ള ഒരു ജീവിതശൈലി വരാതെ ഒരിക്കലും ആത്മാവിലേക്ക് സ്നേഹം വരികയില്ല. ഇത് 3 തരമാണ്, 100 തരമാണ്. എത്ര കാലം വേണമെങ്കിലും നമുക്ക് സ്നേഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, ആഗ്രഹിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഈ രീതിയിലുള്ളൊരു ജീവിതശൈലി നമ്മൾ സംഭവിക്കാതെ ഒരിക്കലും നമ്മൾ സ്നേഹം തരാൻ വേണ്ടി പോകുന്നില്ല. വിശുദ്ധ യോഹന്നാൻ ക്രിസ്തുസഭയിലെ പേര് കേട്ട വേദപാരൻ മിസ്റ്റിക്കും അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ദ്രിയ നിഗ്രഹവും തപശ്ചര്യകളും കൂടാതെ ഒരുവനിലേക്ക് സ്നേഹം നിറയുമെന്ന് ഒരുവൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ താൻ പറഞ്ഞ കാര്യം തെളിയിക്കാൻ വേണ്ടി അവൻ അത്ഭുതങ്ങൾ ചെയ്ത് കാണിച്ച് നിങ്ങൾ വിശ്വസിച്ചേക്കരുത്. തപശ്ചര്യകളും ഇന്ദ്രിയ നിഗ്രഹം കൂടാതെ സ്നേഹം നിറയുമെന്ന് നിങ്ങളോട് ഒരുവൻ പറഞ്ഞാൽ താൻ പറഞ്ഞ് തെളിയിക്കാൻ വേണ്ടി അവൻ അത്ഭുതങ്ങൾ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾ വിശ്വസിച്ചേക്കരുത്. അതൊരു മായാദർശനമായി. കാരണം തപശ്ചര്യകളും ഇന്ദ്രിയ നിഗ്രഹം കൂടാതെ സ്നേഹം നമ്മളിലേക്ക് വരികയില്ല. ഹല്ലേലൂയ. ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിന് ഒരിക്കൽ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ശാരീരിക പരിത്യാഗങ്ങളും
ഇന്ദ്രിയ നിഗ്രഹം കൂടാതെ ഒരുവിധ കൃപകളും സാധാരണ ആത്മാക്കളിലേക്ക് വരാറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എനിക്ക് വളരെ വ്യക്തമാണ്. വാസ്തവത്തിൽ നിങ്ങളോടിപ്പോൾ ഞാൻ പറയുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യം ലഭിച്ചത് ഒരു 2000 ആണ്ടിൽ ഉണ്ടായ ഒരു അനുഭവത്തിൽ കൂടിയാണ്. ഞങ്ങളൊരു 4-5 യുവാക്കൾ ചേർന്ന് ഒരു മലമുകളിൽ 31 ദിവസത്തെ ഒരു ധ്യാനം നടത്തി. ഒരു തപസ് ധ്യാനമാണ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോയുടെ ആധ്യാത്മിക സാധനങ്ങൾ തപസ് ധ്യാനമാണ്. ആ ധ്യാനത്തിൻ്റെ പ്രത്യേകത ഈ 30 ദിവസത്തേക്കും പൂർണ്ണമായ രീതിയിലുള്ള മിന്നടക്കമാണ്, മൗനവ്രതമാണ്, കണ്ണടക്കമാണ്. വസ്ത്രങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കുക, ഒരു ജോഡി ഉപയോഗിക്കുക, വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുക. ഒരു ദിവസം 5 മണിക്കൂർ, 1 മണിക്കൂർ വെച്ച് 5 പ്രാവശ്യം മുട്ടുമെന്ന് പ്രാർത്ഥിക്കണം. ഒരു മലമുകളിൽ പാറപ്പുറത്താണ് മുട്ടുമെന്നൊക്കെ നിൽക്കാറുള്ളത്. അങ്ങനെ ആ പ്രാർത്ഥിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ സ്നേഹത്തിൻ്റെ ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അത് പിന്നീട് വർഷങ്ങൾക്ക് മുന്നോട്ട് പോകും തോറും എപ്പോഴൊക്കെ സ്നേഹം കുറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അപ്പോഴൊക്കെ വീണ്ടും ഞാൻ ചെയ്യാറുള്ളത് ഇതുപോലുള്ള ഒരു കൂടാരത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. ആശ്രമം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതല്ല, ആശ്രമം നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ. കത്തോലിക്കാ സഭയിലെ അൽമായയുടെ മധ്യസ്ഥനാണ് വിശുദ്ധ തോമസ് മൂർ. അൽമായ മധ്യസ്ഥനാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ ചാൻസലറായിരുന്നു. രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് 7 മണി വരെ അദ്ദേഹം തുടർച്ചയായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇതറിഞ്ഞ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാർ ചോദിച്ചു, ഒരു സ്നേഹിതൻ ചോദിച്ചു, ഇത്രയേറെ ഗൗരവമേറെ ഉത്തരവാദിത്തമുള്ള ജോലി തിരക്കുള്ള നിങ്ങൾ എന്തിനായി രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ അതേ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ ഭാര്യമേറെ ഉത്തരവാദിത്വവും ഒരു വിവാഹ ജീവിതം എനിക്കുള്ളത് കൊണ്ട് ഇത്രമാത്രം പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് തപസ്സും, പ്രത്യേകിച്ച് ചമ്മട്ടിയുടെ പോലുള്ള തപസ്സുകളെല്ലാം ചെയ്യുമായിരുന്നു. ഇത് സമർപ്പിതർക്കും വൈദ്യർക്കും വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒന്നല്ല ഈ താപസിക ജീവിതം. കത്തോലിക്കാ സഭയുള്ള എല്ലാ വിശ്വാസികളും അവരുടെ ജീവിതത്തിന് അന്തസ്സിനനുസൃതമായ രീതിയിലുള്ള താപസികം നയിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ മറ്റുള്ളവരിൽ അഭിഷേകമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരു താപസിക അരൂപിയിലായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം അഭിഷേകം ഒഴുകുന്ന സ്ഥലങ്ങൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ശുശ്രൂഷകൾ വളരെ താപസിക അരൂപി ജീവിക്കുന്നവരാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ധ്യാന ഗുരു, അദ്ദേഹം ടീമും കൂടി പുറത്ത് വിദേശത്ത് ധ്യാനിപ്പിക്കാൻ പോയി. ഇപ്പോൾ അമേരിക്കയിൽ പോകുന്നു, ഇംഗ്ലണ്ടിൽ പോകുന്നു. അവിടെ പോയാൽ അദ്ദേഹം ശുശ്രൂഷ കൊടുക്കുന്നത് കഞ്ഞിയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പോയി നല്ല ഭക്ഷണം കിട്ടും. പക്ഷേ ശുശ്രൂഷകൾ അഭിഷേകത്തിലായിരിക്കും അവിടെ പോയി കഞ്ഞി കുടിക്കുന്നത്. ഇപ്പോൾ താപസികമായ നമ്മളിലേക്ക് കൃപ വരാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ വഴി കൃപ പ്രവഹിക്കണമെന്നുണ്ടെങ്കിൽ ഒരു താപസികമായ ജീവിതശൈലി ആവശ്യമുണ്ട്. ഞങ്ങൾ ധ്യാനം നടത്തുമ്പോൾ ഇതിപ്പോൾ ഈ രീതിയിലാണ്. അനേക ദിവസങ്ങൾ പ്രാർത്ഥിച്ച്, ഇത് പ്രാർത്ഥിച്ച് പറയാൻ വേണ്ടിയല്ല, താപസികമായ ശൈലിയിലായിരുന്നതിന് ശേഷം ധ്യാനക്രമം തന്നെ ഒരു താപസിക ശൈലിയിലായിരിക്കും. നിങ്ങളോട് കസേരയിൽ നിവർന്നിരിക്കാമെന്ന് ചോദിച്ചു എന്നോട് തന്നെയായിരുന്നു. എന്നെ കേൾക്കുന്ന കാര്യങ്ങൾ ഒരു അഭിഷേകമാകാൻ വേണ്ടി അത് ത്യാഗപ്രവൃത്തി തന്നെയാണത്. വിശുദ്ധ കൊച്ചുരഹസ്യ ജീവിതകാലത്ത് മരിക്കും വരെയും, ഓർമ്മ വെച്ച നാൾ മരിക്കും വരെയും ചെയ്തിരുന്ന ഒരു താപസിക പ്രവൃത്തിയായിരുന്നു. ഒരിക്കലും കസേരയിൽ ചാരിയിരിക്കുകയില്ലായിരുന്നു. അവിടെ നല്ല നട്ടലുണ്ടായിരുന്നു. നമ്മൾ ഇത്ര സമയം പറഞ്ഞു വന്നത്, നമ്മളുടെ ശുശ്രൂഷകൾ വിജയകരമാക്കാൻ ഇനി പുതിയ എന്ത് ടൈപ്പ് ശുശ്രൂഷ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ പുതിയ പുതിയ ടൈപ്പ് കണ്ടുപിടിക്കുകയല്ല, നമ്മൾ കൂടുതൽ ഹൃദയത്തിൽ സ്നേഹം സംവഹിക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് അത്യാവശ്യമുണ്ട്, അന്ത്യവിധിക്ക് അത്യാവശ്യമുണ്ട്, രണ്ടാമരുടെ ഒരുക്കത്തിന് ആവശ്യമുണ്ട്. പിന്നീട് പറഞ്ഞത്, ഈ സ്നേഹം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ താപസികമായ ഒരു ജീവിതശൈലി അവലംബിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വിവാഹിതർക്ക് ഒഴികഴിവൊന്നുമില്ല. നമ്മുടെ ശുശ്രൂഷകൾ മറ്റുള്ള അഭിഷേകമാണെന്നുണ്ടെങ്കിലും നമ്മൾ താപസികമായ ഒരു ജീവിതശൈലിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. കത്തോലിക്കാ സഭയിൽ ഏറ്റവും വലിയ ആളാരാണ്? ഒരു ധ്യാന ടീമിലെ ഏറ്റവും വലിയ ആളാരാണ്? ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ ആളാരാണ്? ഒരു കൂട്ടായ്മ ഏറ്റവും വലിയ ആളാണ്? ആരായിരിക്കും? കത്തോലിക്കാ സഭയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും ഏറ്റവും വലിയ ആൾ. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ ഏറ്റവും അധികം അപ്പനമ്മ അവിടെ ഇരിപ്പുണ്ടാവും. അപ്പനും അമ്മ ഇരിപ്പുണ്ടെങ്കിൽ തന്നെയും ആ വീട്ടിലെ ഒരു കുട്ടിയാണ് ഏറ്റവും സ്നേഹിക്കുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ വ്യക്തി കുട്ടി തന്നെയാണ്. അപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ് വിശുദ്ധ മാർഗരറ്റ് മേരി അലോക്കൊക്കെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തി, ഏറ്റവും വലിയ മഹാൻ, ഏറ്റവും സ്നേഹമുള്ള വ്യക്തിയാണ്. കത്തോലിക്കാ സഭയുടെ നവീകരണത്തിന് ഒത്തിരി പ്രവർത്തനങ്ങളല്ല ആവശ്യമായിട്ടുള്ളത്, ഒത്തിരി സ്നേഹമുള്ളവരെയാണ് ആവശ്യമായിട്ടുള്ളത്. ഹൃദയത്തിൽ ഒത്തിരി സ്നേഹമുള്ളവരെ സഭയ്ക്ക് ആവശ്യമുണ്ട്. അങ്ങനെ സ്നേഹമുള്ള ഒത്തിരി വ്യക്തികളെ സഭയ്ക്ക് ആവശ്യമുണ്ട്.